ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മള് മഞ്ചേരി വായ്പാറപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നിൽക്കുന്നത്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് കോളേജിന്റെ സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സെറന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് വന്ന് നിൽക്കുന്നത്. മലപ്പുറത്ത് തന്നെ ഉള്ള ഒരു വലിയ ഷോറൂമാണ്. കുറെ അധികം ലക്ഷറി ഐറ്റംസും പ്രീമിയം പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഷോപ്പാണ്. ഇവിടെ ഇവർ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് സാനിറ്ററി വെയർസ്, ഫോസെറ്റ്സ്, വെൽനസ് പ്രൊഡക്ട്സ്, ഇത്രയും സാധനങ്ങളാണ്. ഇതൊന്നും കൂടാതെ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അതുകൂടെ പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിട്ടുള്ളത്. കൂടാതെ ഷോപ്പിലെ ബാക്കി ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സും എല്ലാതും കാണിച്ചു തരാം. 2 നിലയിലായിട്ടാണ് ഇവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. കുറെ അധികം പ്രൊഡക്ട്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം കാണാം. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുറെ അധികം പ്രീമിയം പ്രൊഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് റെയിൻ ഷവർ ആണ്. ഇതിപ്പോ നോർമൽ ക്രോം കളറാണ്. അതന്നെ ഗോൾഡൻ കളറിൽ വരുന്നുണ്ട്. പല ടൈപ്പ് മെറ്റാലിക് കളേഴ്സ് വരുന്നുണ്ട്. ഗോൾഡൻ, അതുപോലെ റോസ് ഗോൾഡ്, ആന്റിക് കോപ്പർ, അങ്ങനെ പല പല പ്രീമിയം കളേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോ ഇത് ലെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സീരീസ് ആണ്. ഇതും പ്രീമിയം ആണ്. അതുപോലെ സെനറ്റർ എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട്. അതും സെറന്റെ പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. അതിൽ ഈ സെനറ്റർ എന്ന് പറഞ്ഞ സീരീസിലെ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ഇവിടെ കാണിക്കാനുണ്ട്. അത് പരിചയപ്പെടുത്താന് സെറയുടെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള മിസ്റ്റർ അഷ്റഫ് ഉണ്ട്. അപ്പൊ ആള് നമുക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോ ഇതാണ് അഷ്റഫ്, മിസ്റ്റർ അഷ്റഫ്, സെറന്റെ സെയിൽസ് മാനേജർ ആണ്. അപ്പൊ ആള് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും, ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ സെറയിലുള്ള സെനറ്റർ. സെറ എന്ന് പറയുന്നത് നമ്മളൊരു പ്രീമിയം ബ്രാൻഡാണ്. ഇതൊരു ലക്ഷറി സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ സെനറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഒരു ബ്രാൻഡ് നെയിമിലാണ് നമ്മളത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് WC ആണ് വരുന്നത്. അത് നോർമൽ കേസിൽ വരുമ്പോൾ അത് പവർ കണക്ഷൻ ആയിരിക്കും. നമുക്ക് നോസിൽ ഉണ്ടാവും അകത്ത്. ജെറ്റ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നോർമലി WC കണ്ടിട്ടുണ്ടായിരുന്ന ജെറ്റ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു മുമ്പ്. പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജെറ്റ് സ്പ്രേയിൽ നമുക്കത് വാഷിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് വാസറ്റിന് പകരം നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസുകൾ വരുന്നുണ്ട്. നോർമൽ കേസിൽ നമ്മൾ ഫ്ലഷിങ് ഇതിനകത്ത് തന്നെ ഒരു ജെറ്റ് വന്നിട്ട് നമുക്ക് ഫ്ലഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നമ്മൾ നോർമലി ഹെൽത്ത് വാസറ്റിലേക്കായിരിക്കും യൂസ് ചെയ്യുക. ഹെൽത്ത് വാസറ്റിന് പകരം ഇതിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ട് ഒരു ജെറ്റ് വരും. ആ ജെറ്റ് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് തരും. വെക്കേണ്ട ആവശ്യമില്ല. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എവറിത്തിങ് ഇതിനകത്തുണ്ട്. നമ്മൾ സീറ്റ് കവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് ജംസിനെ നമ്മൾ കില്ല് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം സീറ്റ് കവറിന്റെ മേലെയുണ്ട്. ഇതിന്റെ മേലെ ചെറിയൊരു ടെമ്പറേച്ചർ വരും. ഓട്ടോമാറ്റിക്കലി ഇതിൽ ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തിട്ട് ജംസിനെ കില്ല് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഡ്രയർ ഉണ്ട്. നമ്മൾ ഇതിന് ഉള്ളിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ നമ്മളിത് യൂസ് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡ്രയർ ഓപ്പൺ ആവും. ജസ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്തിട്ട് ഡ്രയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ജസ്റ്റ് കൈ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഡ്രയർ വർക്ക് ചെയ്യുന്ന പോലെ എയർ വരും. എയർ വന്നിട്ട് മൊത്തത്തിൽ അതിനെ ഡ്രൈ ചെയ്യും. അതേപോലെ തന്നെയാണ് അതിന്റെ ജെറ്റ് സ്പ്രേ വരുന്നത്. ജെറ്റ് സ്പ്രേ നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് നമ്മുടെ ഇത് വരും. ജെറ്റ് കണ്ട ജെറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെറ്റ് ഇങ്ങനെ സ്വിങ് ചെയ്യും. നമ്മളെ പൊസിഷനിലെ എല്ലാ ബോഡിയിലെ എല്ലാ ഭാഗത്തും ഈ നോസിലൂടെ വെള്ളം വരും. ലക്ഷറി പ്രോഡക്റ്റ് ആണ്. ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോൾ മലപ്പുറത്ത് ഈ ഷോറൂം ഓപ്പൺ ചെയ്തതിനു ശേഷം 3 പീസ് ഇപ്പോൾ നമ്മൾ സെല് ചെയ്തു. 1 മന്ത് ആയിട്ടേ ഉള്ളൂ. നല്ല പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഫുള്ളി എല്ലാം ടെക്നോളജികൾക്ക് ഡെവലപ്പ് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ പോകുന്നത്. ടെക്നോളജിയാണ് ഫുള്ളായിട്ട് വരുന്നത്. പവർ പ്ലഗ് കമ്പൽസറി ആണ്. പവർ നമ്മൾ ഇതിനൊക്കെ കണക്ഷൻ കൊടുക്കും. ഇനി മേ ബി ഇതിനകത്ത് ഒരു ഇൻവെർട്ടർ ലൈനിന്റെ കണക്ഷനും കൂടി ഇതിലേക്ക് കൊടുക്കണം. പിന്നെ ബാറ്ററി കുറഞ്ഞ രീതിയിലുള്ള ചെറിയ ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഉണ്ടാവും. ഒരു 5 ടൈം യൂസിങ്ങിനൊക്കെ നമുക്ക് ആ ബാറ്ററി തന്നെ നമുക്ക് കിട്ടും. എന്നാലും നമ്മൾക്ക് ഇൻവെർട്ടർ ലൈൻ അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഓട്ടോമാറ്റിക് സെൻസർ ഉണ്ട്. ആ സെൻസർ ഇത് ഓട്ടോമാറ്റിക് ഇത് സെൻസ് ചെയ്യും. സീറ്റ് കവർ അപ്പ് ചെയ്യും. പിന്നെ നമ്മൾ നോർമലി നമുക്ക് യൂസ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ജസ്റ്റ് ഇരുന്നിട്ടാണ് ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ ഫുള്ള് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു നോബ് കാണാം.
ഈ നോബ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ, ഇരുന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ജെറ്റ് പുറത്തു വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫ്ലഷിങ് പ്രോപ്പർ ആയിട്ട് കിട്ടും. ഇത് ഇപ്പുറത്തേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ, നേരെ ഓപ്പോസിറ്റ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം സ്വിങ് ആവും. ജസ്റ്റ് ഇത് സ്വിങ് ആയിട്ട് പോകും, ജെറ്റ് സ്വിങ് ആവും. വൺസ് നമ്മൾ ഇതിന്റെ മേലെ എണീച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ സാധനം ക്ലോസ് ആവും. കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി ക്ലീൻഡ് ഔട്ട് ആക്കി നേരെ പിന്നിലോട്ട് പോവുകയും ചെയ്യും. പിന്നെ ഇതിന്റെ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺ കാണാം. ഇത് നമുക്ക് ജസ്റ്റ് കാലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സീറ്റ് കവർ മേലെ പോകും. ജസ്റ്റ് കാലുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് കവർ താഴെ വരും ചെയ്യും. വൺസ് ഇപ്പോൾ ഇതിന്റെ സെൻസറോ കാര്യങ്ങളോ എന്തെങ്കിലും ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, നമുക്ക് മാനുവലി അതിനെ യൂസ് ചെയ്തെടുക്കാനും പറ്റും. കൂടാതെ റിമോട്ട് ഉണ്ട്. റിമോട്ട് നോർമൽ കേസിൽ നിങ്ങൾക്ക് നോർമലി എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെയാണ് എല്ലാ സിസ്റ്റവും ഉള്ളത്. ലൈറ്റിംഗ് വരുന്നുണ്ട് അതിനകത്ത്. പിന്നെ സീറ്റ് കവർ ഇപ്പോൾ ഈ പറഞ്ഞ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് സീറ്റ് കവറും തുറക്കാനും, അതിന് രണ്ട് സീറ്റ് കവേഴ്സും ടോപ്പ് ക്ലോസിംഗ് ആൻഡ് ഓപ്പണിങ്ങും ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഓപ്ഷൻ. പിന്നെ അതേപോലെ സീറ്റ് കവർ അടക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ രണ്ടും ഒരുമിച്ച് സ്വിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ബട്ടണാണിത്. ഇത് ഈ സീറ്റ് കവർ മാത്രം താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ലൈറ്റ് ആണ്. ലൈറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ WCനകത്തേക്ക് ലൈറ്റിംഗ് വരും. പിന്നെ നോർമൽ കേസസിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനും, പിന്നെ അതിന്റെ ഈ നോസിലിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, അതിന് വാട്ടറിന്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ, പിന്നെ അതിന്റെ സ്പാ അങ്ങനെയുള്ള ടെമ്പറേച്ചർ, ഇത് സീറ്റ് കവറിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ ടെമ്പറേച്ചർ കാര്യങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസുകളും ഈ റിമോട്ട് തന്നെ വരുന്നുണ്ട്. ഈ റിമോട്ട് സൈഡിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. അതെ, ഇത് നമുക്ക് ഈ രീതിയിൽ ഹാങ് ചെയ്ത് വെക്കാം. ഇതിനൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഈ ബ്രാക്കറ്റ് ആയിരിക്കും നമ്മൾ ഹാങ് ചെയ്തിടാം. നമുക്ക് വൺസ് ഇതിന്റെ മേലെ നിന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഇത് ഈ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ വേറൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണത്. നമ്മുടെ ബാത്റൂമിനകത്തേക്ക് വരുന്ന ഷവറാണ്. ഈ ഷവറിനകത്തുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ 4 ടൈപ്പ് ഓഫ് ഷവേഴ്സ് വരും. അതിൽ നോർമൽ ലഷ് ഷവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്. അത് നോർമൽ ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പരന്നിട്ടുള്ള നമ്മളെ മഴ പെയ്യുമ്പോഴുള്ള സംഭവം. പിന്നെ നോർമൽ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലോ വരും. അത് വെള്ളച്ചാട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ഒരു കാസ്കേഡ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ട്. പിന്നെ മിസ്റ്റ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോ ഉണ്ട്. മിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെയുള്ള ആ ഒരു ഷവറിങ് ഫീലിങ്സ് ഉണ്ട്. പിന്നെ നോർമൽ ഷവേഴ്സിന്റെ തന്നെ ഒരു പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഷവർ ലെസ് ഷവേഴ്സിന്റെ അതേപോലെ തന്നെയുള്ള ഒരു സംഭവം കൂടി. പിന്നെയുള്ള ഒരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ഒരു റിമോട്ട് വരും. ഈ റിമോട്ടിൽ ഇത്രയും കളേഴ്സ് ഉണ്ട്. ഈ കളേഴ്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കണോട് കൂടിയിട്ട് ഇതിന്റെ കളേഴ്സ് മാറും. കളർ ഓട്ടോമാറ്റിക്കലി അതിന്റെ സ്ക്രീനിൽ ഇങ്ങനെ മാറും. പിന്നെ നമുക്കിത് സ്വിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ട് ജസ്റ്റ് അങ്ങനെ എല്ലാ കളേഴ്സും മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ സ്മൂത്ത്, ഫെയ്ഡ്, സ്റ്റോർബ് അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസുകൾ. ഫ്ലാഷ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്ലാഷ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും, ബ്ലിങ്ക് ആവില്ല. അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസും കൂടി ഉണ്ട്. അതിനൊരു റിമോട്ടും കൂടി നമ്മൾ ഇതിന്റെ കൂടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ട്. ആ ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ആണ് ജസ്റ്റ് നിങ്ങൾ പ്ലേ ചെയ്തേണ്ട. നമ്മൾ ജസ്റ്റ് നമ്മളെ ഫോണിൽ ഇതിൽ എന്തെങ്കിലും ബ്ലൂടൂത്ത് സെറ്റ് ചെയ്തിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഷവർ ചെയ്യുന്ന സമയത്ത് ആ മ്യൂസിക്കും ഉണ്ടാവും, ലൈറ്റിംഗ് ഫീലും ഉണ്ടാവും, ഷവേഴ്സും വരും. ആ ഒരു കോൺസെപ്റ്റ് ആണ് അത്. ഇതിൽ തന്നെ നമുക്ക് 2 ഐറ്റം വരുന്നുണ്ട്. ഒരു പിന്നെ 50-50 റെക്ടാങ്കിൾ ആയിട്ടുള്ള സംഭവത്തിലും ഉണ്ട്. പിന്നെ ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഷേപ്പിൽ വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ഈ സെയിം ഷവേഴ്സിൽ തന്നെ വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് സെറ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഇതിനകത്ത് തന്നെ സെഗ്മെന്റിനകത്ത് തന്നെ വരുന്നത്, സെറയിനകത്ത് വരുന്നതാണ്. സെനറ്ററിനകത്ത് കുറച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇതിനകത്ത് തന്നെയാണ്, ഈ സെറക്കകത്ത് തന്നെയാണ് ഈ ഷവർ പാനൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്. കുറച്ച് ഹൈ ആൻഡ് പ്രീമിയം ലെവലിലുള്ള പ്രൊഡക്ട്സുകൾ മാത്രമാണ് നമുക്ക് സെനറ്ററിനകത്ത് വരുന്നത്. കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനറി പ്രൊഡക്റ്റുകളായിരിക്കും. അത് ഡിസൈൻസ് കൂടുതൽ ഒരു ഡിസൈൻ ഓറിയന്റഡ് ആയിരിക്കും. അതിനകത്ത് എല്ലാ ഡിസൈനേഴ്സും കുറച്ച് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാവുള്ളൂ. ആ ഡിസൈൻസിന്റെ കുറെ കൺസെപ്റ്റുകളായിരിക്കും ഉണ്ടാവും. ഇപ്പൊ കാണിച്ചൊന്നും കൂടാതെ കുറെ അധികം കളർ തീമിലുള്ള പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇതൊരു ഡാർക്ക് ഗ്രേ ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളറിലുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രിപ്പ് വരുന്ന ടൈപ്പ്. നേരത്തെ കണ്ട് ഫുൾ ഗോൾഡ് ആയിരുന്നു. ഇത് അതിന് പകരം മുകളിൽ ഒരു സ്ട്രിപ്പ് മാത്രം വരുന്നുണ്ട്. അങ്ങനെ കുറെ അധികം കളർഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് കളറിലുള്ള ഒരു ഷവർ പാനലാണ് ഈ കാണുന്നത്.
അതുപോലെ തന്നെ ഒരു സിൽവർ കളറുള്ള ഷവർ പാനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കുറെ അധികം സാനിറ്ററി വെയർസ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാ.